MDMA ആണെന്ന് തെറ്റിദ്ധരിച്ച് കൽക്കണ്ടം കയ്യിലിരുന്ന ആൾ 151 ദിവസം റിമാൻഡിൽ കഴിഞ്ഞു. കാസർഗോഡാണ് സംഭവം ഉണ്ടായത്. കാസർഗോഡുകാരൻ ബിജു, അയാളൊരു സുഹൃത്ത് മംഗലാപുരത്തുണ്ട്. പുള്ളിയെ കാണാൻ പോകുമ്പം അല്പം കൽക്കണ്ടം കുട്ടികൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ച് അയാളുടെ സുഹൃത്ത് മണികണ്ഠൻ കണ്ണൂർ സ്വദേശിയാണ്. അവർ രണ്ടുപേരും ഈ കൽക്കണ്ടം കൈ വെച്ച് നടന്ന് ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ. ഈ സമയത്ത് സാധാരണ വേഷത്തിൽ വന്ന രണ്ടുപേർ കയ്യിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. കൽക്കണ്ടമാണ് എന്ന് മറുപടി പറഞ്ഞു. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. രണ്ടുപേരെയും കൂടെ ഹാൻഡ്കഫ് ചെയ്തു. അവർ പോലീസ് വേഷത്തിലായിരുന്നില്ല, സാധാ വേഷത്തിൽ വന്നവർ. ഇത് ചോദിച്ചപ്പോൾ ഉള്ള കാര്യം പറഞ്ഞ് അത് കൽക്കണ്ടമാണ്. പക്ഷേ ഹാൻഡ്കഫ് ചെയ്തു. ഇവർ രണ്ടുപേരെയും മൊബൈൽ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു. ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി എന്ന് പറയാം. രണ്ടുപേരെയും കൊണ്ടുപോയി കേസ് രജിസ്റ്റർ ചെയ്തു. അത് MDMA ആണ്. MDMA കൽക്കണ്ടം പോലെ ഇരിക്കും, അല്ലെങ്കിൽ കൽക്കണ്ടം MDMA പോലെ ഇരിക്കും. എന്തായാലും രണ്ടും ഒരേ നിറം, ഏകദേശം ഉപ്പുപൊടി കൽക്കണ്ടം പൊടി ഒക്കെ പോലെ തന്നെ ഇരിക്കുന്ന സാധനം. ഈ ബിജു ഇത് കണ്ടിട്ടില്ല, ഇന്നുവരെ ഉപയോഗിച്ചിട്ടുമില്ല. അവർ കാല് പിടിച്ച് പറഞ്ഞു ഇത് കൽക്കണ്ടമാണ്, കൽക്കണ്ടം വാങ്ങിച്ചതാണ്, സമ്മതിക്കുന്നില്ല. അറസ്റ്റ് ചെയ്തു. MDMA എന്ന് പറഞ്ഞ് തൂക്കി അത് കോടതി കൊടുത്തു. കോടതി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇവർ കാല് പിടിച്ച് ഓരോ റിമാൻഡിൽ 14 ദിവസം കഴിയുമ്പം കോടതി ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിനടുത്ത് പറഞ്ഞു ഞങ്ങൾ MDMA അല്ല, ഇത് കൽക്കണ്ടമാണ്. മജിസ്ട്രേറ്റും ചെവിക്കൊണ്ടില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥ ഡാൻസ് ഓഫ് ഈ MDMA പിടിക്കുന്ന ഡാൻസ് ഓഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ചെവിക്കൊണ്ടില്ല. ആരും പരിശോധിച്ച് നോക്കിയില്ല. റിമാൻഡിൽ കിടന്നു. അപ്പോൾ MDMA ഉപയോഗിക്കുന്ന സ്ഥിരം ആൾക്കാർ ജയിലിൽ കിടപ്പുണ്ട്. അവർ പറഞ്ഞ് ഈ MDMAക്ക് കയ്പ്പാണ്, ഇത് കൽക്കണ്ടം മധുരമല്ലേ, ഒന്ന് തൊട്ട് നോക്കിയാൽ രുചി നോക്കിയാൽ അറിയാമല്ലോ, അതെന്താ പോലീസ് ചെയ്യാത്തത്? മജിസ്ട്രേറ്റിൻ്റെ അടുത്തും പറഞ്ഞതാണ് ഇത് കൽക്കണ്ടമാണ്. ആ പ്രതികൾ ഇങ്ങനെ രീതിയിൽ ഡിഫൻസ് പറയുമെങ്കിലും ഒരാളുടെ പറച്ചിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. പോലീസ് പിടിച്ചപ്പോൾ ആ രണ്ടുപേരും അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ആ കൽക്കണ്ടം, ആ കടയിൽ കൊണ്ടുപോയി പരിശോധിക്കണമായിരുന്നു. അത് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം. അവരെ അറസ്റ്റ് ചെയ്തു. ജാമ്യമില്ല. മൊബൈൽ ഫോൺ അന്നേരം സ്വിച്ച് ഓഫ് ചെയ്തു. 10 വർഷം വരെ ജയിലിൽ കിടക്കും. ബിജുവിന് അമ്മയുണ്ട്, 75 വയസ്സായി. വീട്ടിലൊറ്റയ്ക്കാണ്. ബിജുവാണ് നോക്കുന്നത്. അമ്മ ഏകദേശം 5 മാസം ഒറ്റയ്ക്കായി വീട്ടിൽ. അതിലൊക്കെ കരയൊക്കെ നോക്കി. ബിജു ഇപ്പം കോടതിയിൽ റിമാൻഡിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് വന്നു. അത് കൽക്കണ്ടം MDMA അല്ല, വെറുതെ വിട്ട് രണ്ടുപേരും. മണികണ്ഠനും അതുപോലെ ബിജുവും സ്വതന്ത്രമായി. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, വീട്ടിൽ ചെന്ന് അമ്മയെ ഓടിപ്പോയി കണ്ടു. അമ്മയ്ക്ക് സന്തോഷമായി. 10 വർഷം കഴിഞ്ഞാൽ ഇനി അവന് ജയിലിൽ നിന്ന് വരുള്ളൂ, അതുകൊണ്ട് എൻ്റെ കാലഘട്ടം ആ സമയത്ത് കഴിയുമെന്നൊക്കെ അമ്മ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് മകൻ വന്നു. 151 ദിവസം കഴിഞ്ഞപ്പം വന്നു. 5 മാസത്തോളം കിടന്നു. ഇപ്പം മറ്റൊരു പ്രശ്നം, ആരും ഇയാൾക്ക് ജോലി കൊടുക്കുന്നില്ല. ഇയാൾ MDMA കച്ചവടക്കാരനാണ്. ഇയാൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു. അതോടൊപ്പം തന്നെ ബസ്സിലൊക്കെ കയറുമ്പം തനിക്ക് പരിചിതമായ തൻ്റെ സുഹൃത്തുക്കൾ പുറംതിരിഞ്ഞിരിക്കും, തന്നോട് സംസാരിക്കാൻ തയ്യാറല്ല. ഇനി സംസാരിച്ച് അടുത്ത കേസ് വരുമോ? ഇയാൾ MDMA ഡ്രഗ്സ് കച്ചവടക്കാരനാണ്. ഇയാൾ ജീവിതത്തിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം. ജോലിക്ക് 2 പേർക്കും എങ്ങും പോകാൻ ഒക്കില്ല. ചെല്ലുന്നിടത്തൊക്കെ ഇയാൾ ഡ്രഗ്സ് കച്ചവടക്കാരനാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, പള്ളിയിൽ പോലും ഇയാൾക്ക് പോകാൻ പറ്റുന്നില്ല. പള്ളിയിൽ ചെന്നാൽ എല്ലാവരും ആ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് അത് നിർത്തി. സഞ്ചരിക്കാനും എങ്ങും പോകാനോ പണിക്ക് പോകാനും ഒന്നും സാധിക്കുന്നില്ല. സത്യാവസ്ഥ ഇപ്പോൾ ആൾക്കാർ എത്ര വർഷം കൊണ്ട്, ഇത് പെട്ടെന്ന് കാട്ടുതീ പോലെ അങ്ങ് പടരുമല്ലോ. ഇപ്പോൾ സത്യം പടരാൻ കുറച്ച് സമയം എടുക്കില്ലേ? അപ്പോൾ അതാണ് അവർക്കുള്ള വിഷമം. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ നിരപരാധികൾ പലരും കുശിക്കപ്പെടുന്നുണ്ട്. പോലീസ് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഡിഫൻസ് പറയുമ്പം
ആ പറയുന്ന ആൾ സത്യസന്ധമാണോ എന്നൊക്കെ കുറേയൊക്കെ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ പറയുമ്പം എവിടുന്നാണ് ആ കൽക്കണ്ടം വാങ്ങിച്ചത്, ആ സ്ഥലത്ത് എത്ര ദൂരമായാലും ശരി ഇയാളുമായിട്ട് പോകണമായിരുന്നു, പോയി അത് ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് തന്നെയല്ല ഇതിൻ്റെ ഒരു സാമ്പിള് കോടതിയോട് പറഞ്ഞിട്ട് പരിശോധനയ്ക്ക് എത്രയും പെട്ടെന്ന്. കാരണം നിരപരാധികൾ റിമാൻഡിൽ കിടക്കുകയാണ്. അയാളുടെ 75 ദിവസം അമ്മ ഒറ്റയ്ക്ക് 5 മാസം തള്ളി നീക്കിയത് വളരെ മോശമായ ഒരു അന്വേഷണമായിരുന്നു ഇതിനകത്ത് നടത്തിയത്. പോലീസ് ഇങ്ങനെ ഒരാൾ പറയുമ്പം അത് സ്ഥിരമായിട്ട് കച്ചവടം ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ പറയും, ഇത് ഫസ്റ്റ് ഒഫൻഡറാണ്, ആദ്യമായിട്ടാണ് ഇവരെ പിടിക്കുന്നത്. ഡാൻസ് ആപ്പിന് ഏത് വിധത്തിലാണ് ഇത് ഇവരുടെ കയ്യിൽ ഈ കൽക്കണ്ടം ഉണ്ടെന്ന് മനസ്സിലായത്, അതൊക്കെ പറ്റി ഇനി അന്വേഷിക്കേണ്ട ഒരു മേലുദ്യോഗസ്ഥൻ ഇതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവർ 151 ദിവസം സബ് ജയിലിൽ ഇട്ടത്? തീർച്ചയായിട്ടും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. ഹൈക്കോടതി സമീപകാലത്തൊരു വിധി വന്നിരുന്നു. ഇതുപോലെയുള്ള കേസിനകത്ത് കുരുങ്ങി അയാളെ റിമാൻഡിൽ കിടന്നു ശിക്ഷിച്ചു വന്നവരൊക്കെ പിന്നീട് നിരപരാധിയെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, നല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അങ്ങനെ റിപ്പോർട്ടർ ഒരു കേസ് ഹൈക്കോടതി അടുത്ത കാലത്ത് നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിയായിട്ടുണ്ട്. കാരണം കള്ളമായിട്ടൊരു കേസ് ഒരാളുടെ ചാർജ് ചെയ്താൽ അയാൾ കിടക്കുന്നത് നിയമവിരുദ്ധമായ തടവിലാണ്. ആ തടവിൽ കിടക്കുന്ന ആൾക്ക് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും. അവർക്ക് ഓരോ സമൂഹത്തിലും അവരുടേതായ ഒരു വിലയുണ്ട്. അവരെ എല്ലാവരും ഒരു കള്ളൻ്റെ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് കച്ചവടക്കാരൻ്റെ കണ്ണുകൊണ്ടേ പിന്നെ കാണുകയുള്ളൂ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് പോലീസിന് തെറ്റാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത് വളരെ അപകടകരമായ ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരിക്കൽ നേരത്തെ ഇതുപോലൊരു സംഭവം നമുക്കുണ്ടായിരുന്നല്ലോ. ഒരു ഡ്രഗ്സ് സ്വന്തം മകൻ്റെ ഭാര്യയുടെ അനിയത്തി വെച്ച് അതും ഏകദേശം 171 ദിവസം ജയിലിൽ കിടന്നു. ആ ഡ്രഗ്സ് പരിശോധനയിൽ അത് MDMA അല്ലാതെ വന്ന സംഭവം ഒക്കെ നമുക്കറിയാം. അതുപോലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. വാശിയും വൈരാഗ്യം വരുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ട് ചെയ്ത് ആ കേസിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് പല സ്ഥലത്തും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രതി പറയുന്നത് അയാൾ ആത്മാർത്ഥമായിട്ട് പറയുന്നത് പോലീസിന് മനസ്സിലാവും, അല്ലെങ്കിൽ കോടതിക്ക് മനസ്സിലാവും. ഇമ്മീഡിയറ്റായിട്ട് അതിൻ്റെ പരിശോധന ഫലം എത്തിക്കണം. കാരണം ഇത് അയാൾ പല പ്രാവശ്യം പറഞ്ഞു പോലീസിൻ്റെ അടുത്തും കോടതിയുടെ അടുത്തും, ഞങ്ങൾ കൽക്കണ്ടം വാങ്ങിച്ചതാണ്. എന്തുകൊണ്ട് പോലീസ് അത് കേട്ടില്ല? പ്രതിയുടെ ആയാലും ശരി, വാദിയുടെ ആയാലും ശരി, സാക്ഷികളുടെ ആയാലും ശരി, ഒരു സത്യം പറയുമ്പം അത് സത്യം ആ മുഖത്തുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസിന് ബാധ്യസ്ഥരാണ്. അയാൾ കാസർഗോഡ്, കണ്ണൂർ, അവിടെ എവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് കൽക്കണ്ടം, അവിടം വരെ പോകേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രതിയും കൊണ്ട് പോയി ആ സ്ഥലം കണ്ടെത്തി അവിടുന്ന് എന്താണ് വാങ്ങിച്ചതെന്ന് നോക്കണം. അതിൻ്റെ സാമ്പിൾ അവിടെ ലഭിക്കും. അത് തന്നെയാണോ ഇത് എന്ന് നമുക്ക് പരിശോധിക്കാം. സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് അൺഒഫീഷ്യലായിട്ടോ എവിടെയെങ്കിലും ഒന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ ഫോറൻസിക്കിൽ തന്നെ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. കോടതി അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ അതെന്ത് മെറ്റീരിയലാണെന്ന് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ കേസെടുക്കാതെ തന്നെ ഇവരെ വിടാൻ സാധിക്കും, അല്ലെങ്കിൽ ആ കേസ് പിന്നീട് റെഫർ ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കൃത്യമായി ആ ആൾക്കാർ പറയും ഇത് MDMA അല്ല, ഇത് കൽക്കണ്ടമാണ്, അല്ലെ വേറെ പൗഡറാണ് പറയുമ്പം അത് പരിശോധിക്കാനുള്ള സംവിധാനം കൂടെ പോലീസിന് വേണം. വെറുതെ കേസെടുത്ത് നിരപരാധികളെ അകത്താക്കി വിടുന്നത് ശരിയല്ല. അവരുടെ പൗരസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നടപടിയാവും അത്. രണ്ടാമത് റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആവും. മൂന്നാമത് അവർക്ക് വീട്ടിന് ചിലവ് കൊടുക്കാൻ പറ്റുന്നില്ല. നാലാമത്തെ കാര്യം അവർക്ക് ജീവിതത്തിൽ അന്തസ്സായിട്ട് വെളിയിലിറങ്ങി നടക്കാനും കഴിയുന്നില്ല. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഒന്നിൻ്റെ പുറകെ മറ്റൊന്നായിട്ട് വരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് പോലീസ് അന്വേഷണ കാര്യങ്ങൾ കൃത്യമായിട്ടായിരിക്കണം. അതിനകത്ത് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ.